സഞ്ജു നീ ചെയ്ത ശരിയാണ്, നീ എന്റർടൈൻമെന്റ് ബ്ലോഗറാണ്, അതിന് വേണ്ടിയിട്ട് ശരിയാണ്, പക്ഷെ അതിലും കുറച്ച് തെറ്റുകൾ. സാറ് ചെയ്തതും തെറ്റുണ്ട്, ഞാൻ പറഞ്ഞുതരാം, എല്ലാം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങിൽ കണ്ടൊരു വീഡിയോ ആണ് സഞ്ജു ടെക്കി അവന്റെ കാറിന്റെ ബേക്കിൽ അമ്പാൻ അല്ലെങ്കിൽ ആവേശം സ്റ്റൈലില് എന്താ പറയാ താർപോളിൻ ഷീറ്റൊക്കെ വിരിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് റോഡിലൂടെ പോയി ഒഴുക്കി വിട്ട് അതിന്റെ ശേഷം RTO ലൈസൻസും വണ്ടിയുടെ പെർമിറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇത് ട്രെൻഡിങ് ആയത് സഞ്ജു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരു വീഡിയോ പോലും റീച്ച് ആവാത്ത അവസ്ഥയെന്ന് നമ്മൾ മുമ്പുള്ള സഞ്ജു ടെക്കിന്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ആ അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് അതിൽ ചില പാളിപ്പോക്കൊക്കെ ഉണ്ടാവും, ചെയ്യിപ്പിച്ച് ഇത്രയും വലിയൊരു ലെവലിലേക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വരുമാനവും ഈ കാറും വീടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂപ്പരുടെ ഒരു കഴിവ് തന്നെയാണ്. നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, കഷ്ടപ്പെട്ടിട്ടല്ലാതെ അതായത് അധ്വാനിച്ച് ഭയങ്കര വേർപ്പൊലിച്ചിട്ടല്ലാതെ ഒരുത്തം പൈസ ഉണ്ടാക്കുന്ന കണ്ടാൽ പറയും പോയി അധ്വാനിച്ച് പണിയെടുക്കലാണ്. ഇത് സ്കില്ലാണ്, മറ്റേത് അധ്വാനമാണ്. സ്കില്ല് ഉപയോഗിച്ച് മൂപ്പർ ഉണ്ടാക്കിയ പൈസ മൂപ്പര് കാറും വീടൊക്കെ വാങ്ങിയത് കാണുമ്പോൾ ചിലർക്ക് ഉള്ളിൽ നിന്നൊരു കടി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. സ്വാഭാവികമായിട്ടും നമ്മളെ ഇത്രയും ഫോളോ ചെയ്ത് ഇത്രയും നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയൻസിനെ സഞ്ജു ടെക്കിയെ പോലെ ഒരാൾ എന്റർടൈൻമെന്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ഈ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്റർടൈൻമെന്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റൂ. അതിന് മൂപ്പർ ഉദ്ദേശിച്ച ഒരു രീതി എന്ന് പറയുന്നത് വലിയൊരു തെറ്റാവുന്ന ഒരു രീതിയല്ല. അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആവേശം സിനിമയിൽ ഒരു സീൻ പോലെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞാനിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സഞ്ജു ടെക്കി ട്രെൻഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് സംസാരിക്കുക. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ഏറ്റെടുത്ത് സഞ്ജു ടെക്കി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് പൈസയുടെ കുത്തിക്കഴപ്പ് എന്ന് പറയുന്നവരോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ഇതൊരു പബ്ലിക് ന്യൂസൻസ് ആയി എന്ന് പറയുന്നവരോട് ഞാൻ യോജിക്കും. പക്ഷെ അത് അങ്ങനെ ആവും എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അതിന് സഞ്ജു ടെക്കി പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കണ്ടുനോക്കാം. വണ്ടി നശിപ്പിക്കണം, അത് നശിപ്പിക്കണം, ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ. ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോ നിങ്ങൾ നമ്മളിവിടെ ചെയ്യുമ്പോ ഓഹോ, ഇപ്പൊ മിസ്റ്റർ ബീസ്റ്റൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം, അവന്മാര് വണ്ടി തല്ലിപ്പൊട്ടിക്കണം, അതിന്റെ മുഖത്ത് കല്ലിടണ്, വണ്ടി കത്തിക്കണ്. നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്താ. നമ്മൾ വണ്ടിയുടെ അകത്തൊരു പൂൾ ഉണ്ടാക്കി വെച്ചു ഒരു സംഭവം ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്താണ്. ഇത് ഞാൻ മാത്രമല്ല, കുറെ വ്ളോഗേഴ്സും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ മാക്സിമം എല്ലാ സേഫ്റ്റി നോക്കിയിട്ട് വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്പീഡിൽ പോവുകയാണെങ്കിൽ 20 to 30 കിലോമീറ്റർ റേഞ്ച് സ്പീഡിലാണ് പോകുന്നത്. കാരണം നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. മിസ്റ്റർ ബീസ്റ്റും അവരൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കും. പക്ഷെ അവർ മുമ്പും ചിന്തിച്ചിട്ടാ ചെയ്യാം. നമ്മളെ കേരളത്തിനേക്കാളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള സ്ഥലത്തു നിന്നാണ് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലത്തെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ല. ഒരു പ്രൈവറ്റ് സ്ഥലത്ത് പോയിട്ട് വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ആക്കിയിട്ടായിരിക്കും അവരത് അടിച്ചു പൊളിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോ ആ ഒരു സാധനം കണ്ടിട്ട് തുള്ളിയതാണ് എന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്കിക്ക് തെറ്റി. നമ്മൾ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം. സ്വന്തം വണ്ടി ആണെങ്കിൽ പോലും അടിച്ചു പൊളിക്കുകയോ കത്തിക്കുകയോ ബോംബിടുകയോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതാക്കി പെർമിഷൻ ക്യാൻസൽ ചെയ്തതിന് മാത്രമേ നമുക്ക് ആ സാധനം ചെയ്യാൻ പറ്റൂ. ഇതിൽ സഞ്ജു ടെക്കി ചെയ്ത ശരി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടു. നിങ്ങൾക്കറിയാം കൊറോണ ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ നിരന്തരം ഷെയർ ലൈക്ക് കമന്റ് എന്ന് പറയുന്ന വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്തൊക്കെ വന്ന പലരും പിന്നീട് കാണാത്തത് കൊണ്ട് മാത്രം യൂട്യൂബിൽ ക്ലിക്ക് ആവാത്ത ആയിപ്പോയതാണ്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് യൂട്യൂബിൽ നിന്ന് മാഞ്ഞു പോയവരാണ്. അവിടെ സഞ്ജു ടെക്കി ചെയ്തത് നല്ലൊരു എന്റർടൈൻമെന്റിന്റെ ഉദ്ദേശം വെച്ച് ചെയ്ത് തന്നെയാണ്. അവിടെ ചെയ്ത തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോട്ടില് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ചിത്രീകരിക്കുകയും അത് പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾക്ക് തെറ്റൊക്കെ പറ്റാം. എനിക്കും ചിലപ്പോ ഞാനിപ്പോ തെറിയൊക്കെ പറഞ്ഞു പോവാം വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ ഞാൻ അതിനൊരു മാപ്പെങ്കിലും പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചു മുമ്പ് ചില ഇതൊക്കെ വന്നിരുന്നല്ലോ കുറച്ചു മുമ്പ്, അതേപോലുള്ള ഇത് മനസ്സിലായി എന്താണ്, അതേപോലുള്ള സാമൂഹികമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കുട്ടികൾ ഉണ്ടാവുകയും അവരുടെ സ്വഭാവം തന്നെ മാറുകയും ചെയ്യാം. ഇപ്പൊ സഞ്ജു ടെക്കി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക് ന്യൂസൻസ് ഉണ്ടായതിനു ശേഷം വീണ്ടും എടാ കോപ്പന്മാരെ ഞാൻ എന്റെ പൈസ അങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കിയതാ എന്ന് പറയാതെ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി, തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി അങ്ങനെയില്ല, ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇട്ടിരുന്നതെങ്കിൽ അത് ഇത്ര പ്രശ്നമാവില്ലായിരുന്നു. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് MVD സാറന്മാരോട് വളരെ ശരിയാണ് നിങ്ങൾ ചെയ്ത കാര്യം. പബ്ലിക്കലി വാഹനം ഉപയോഗിച്ച് റോഡിൽ ഇങ്ങനെ ചെയ്ത ഒരാളെ സസ്പെൻഡ് ചെയ്യണം, ലൈസൻസ് എന്നുള്ള ശരിയാണ്, വാഹനത്തിന്റെ സസ്പെൻഡ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ റോഡിൽ ഒരു ദിവസം നാഷണൽ ഹൈവേയിൽ ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ നോക്കുക, പ്രൈവറ്റ് ബസ്സുകാർ എത്ര പേര് ഇതിലും വലിയ പബ്ലിക് ന്യൂസൻസ് അപകടം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഒരു 100% ഇരട്ടി സാധ്യതയുള്ള അപകട സാധ്യതയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് രീതികൾ,
തോന്നിവാസങ്ങൾ റോഡിൽ കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ആ ഒരു MVD ചെയ്ത സാധനത്തിനോ നമ്മൾ പറയുമ്പോൾ കമ്പയർ ചെയ്ത് പറയുന്നല്ലോ ഒരിക്കലും. ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നവരോട് എല്ലാവർക്കും കടിയാണ്. MVDക്ക് ആണെങ്കിലും ഞാൻ സാധാരണയായിട്ട് കാണാം, പോലീസുകാർക്കാണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബർ ആണ് ഇവന്, മറ്റേ ഈ ബുൾജെറ്റിന്റെ ഒക്കെ കാര്യം മനസ്സിൽ വെച്ചിട്ട് പറയുന്ന പോലെ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ചില സമയത്ത് നമുക്ക് ന്യായം നമ്മൾ അർഹിക്കുന്നുണ്ട്, അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അങ്ങനെ ഈ സഞ്ജു ടെക്കിന്റെ കാര്യത്തിൽ എടുത്ത നിയമം നിങ്ങൾ എല്ലായ്പ്പോഴും എടുക്കുന്നുണ്ടോ? റോഡിൽ പാച്ചൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ബസ് ഡ്രൈവർമാരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ തന്നെ നോട്ട് ചെയ്ത് തരാൻ നോക്കി, ഞാൻ തന്നെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും തെളിവുകളും കാര്യങ്ങളും വണ്ടിയുടെ നമ്പർ അടക്കം ഞാൻ എത്തിച്ചേരാം. അതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം 10 രൂപ 15 രൂപ 20 രൂപ 30 രൂപ ഒക്കെ വെച്ച് ടിക്കറ്റ് വെച്ച് ഓടുന്ന സമയത്ത് ഈ പെട്രോളിന്റെ വില അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കോമ്പറ്റീഷൻ ആയിട്ട് അവർക്കും വീട് നോക്കണ്ടേ? അവർക്ക് അങ്ങനെ ഓടിയല്ലേ പറ്റൂ. അപ്പൊ അതിനുള്ള ഒരു നിയമം ഇതുവരെ സെറ്റാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്തെങ്കിലും നിയമം എങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് ഓടി വന്ന് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ വളരെ ഓക്കെയാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇനീഷ്യേറ്റീവ് എടുക്കാനും കാര്യങ്ങൾ ഓർഡർ ചെയ്യാനും പറ്റില്ല. അപ്പോ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നമ്മളും കൂടെ സമ്മതിച്ചു തന്നേനെ, കേരളം അങ്ങനെയാണ്, നിയമങ്ങളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞത്. അല്ലാതെ യൂട്യൂബേഴ്സ് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു. മാന്യമായിട്ട് പറഞ്ഞാൽ മതി, തെറിയൊന്നും വിളിക്കില്ല. തെറി വിളിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ടിപ്പ് എന്നുള്ള രീതി പറയാം. നിങ്ങൾ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാം, അത് കേൾക്കുകയും അതിന് മറുപടി ചെയ്യും. ഡാഷ എന്നൊന്നും വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ് കുറയുന്നേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും. വണക്കം.